നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കൃഷ്ണമോളെ രേവതിക്കുട്ടി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അലീന ചേച്ചിയെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറയണ. അതെ, ഞാനിവിടെ മാമച്ചനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്താണെങ്കിലും ഒരു 4 മണി വരെ നോക്കാം. വന്നില്ലെങ്കിൽ മാമച്ചനങ്ങൾ ആരെക്കൊണ്ടേലും പറയിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതെ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് രേവതി ചേച്ചി. പേടിക്കേണ്ട കാര്യം എന്താ? അല്ല, മോളെ ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. അതെ, പട്ടിണിക്കിരുന്ന് എങ്ങനെയാ ശരിയാന്ന്? വയറ് കേടാവും, പിന്നെ അത് വലിയ പ്രശ്നവും. ആഹാരം കഴിക്കാതിരിക്കരുത്, ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. അതെ, എനിക്കിവിടെ ആകെപ്പാടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഞങ്ങൾ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടൊരു പേടിയുണ്ടെന്ന് പറയണ. എനിക്കാണെങ്കിൽ അച്ഛനെ ഒന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷെ അച്ഛനെ വിളിക്കാൻ പോലും പറ്റില്ലല്ലോ. അതെന്താ മോളെ? അത് പിന്നെ ഫോൺ അലീന ചേച്ചി അച്ഛൻ്റെ കൂടെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അതെന്തിനാ ഫോൺ വാങ്ങിക്കൊണ്ട് വന്നേ? അല്ല, അത് പിന്നെ ഫോൺ അച്ഛൻ്റെ കയ്യിലുണ്ടെങ്കിലേ ഇന്ന് വൈകുന്നേരം മുതൽ ന്യൂസ് ചാനലിനകത്തൊക്കെ വാർത്ത വന്ന് തുടങ്ങും. പിന്നെ നാളെ മുതൽ പത്രത്തിനകത്തൊക്കെ വരുമല്ലോ. അപ്പൊ അച്ഛൻ അത് ഭയങ്കര ടെൻഷൻ ആവൂലേ? അപ്പൊ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അലീന ചേച്ചിയാണ് ഫോൺ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നേ. സാരമില്ല, മോള് സങ്കടപ്പെടാതിരിക്കുക. ഭാബിത എവിടെ ഇല്ലേന്ന് ചോദിച്ചു. മുറിയിലെങ്ങാണ്ടുണ്ട്. ഫോൺ കാണുവോ, കിടക്കുവോ, ഇരിക്കുവോ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നോടൊന്നും മിണ്ടാൻ വരാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, മോള് ധൈര്യമായിട്ടിരിക്കും. അലീൻ ചേച്ചി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരും, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിച്ച് രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുന്നത്. അതേസമയം അലീനയെ കൊണ്ട് പോലീസുകാർ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഡ്രൈവർ ചോദിച്ചു, അല്ല എങ്ങോട്ടാ സാറേ പോകേണ്ടത്? പോലീസ് സ്റ്റേഷനിലേക്കാണോ അത് ക്യാമ്പിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വനിതാ പോലീസുകാർ പറഞ്ഞു, സ്റ്റേഷനിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിന്ന് സ്റ്റേഷനിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം എസ് ഐ പറഞ്ഞു, അല്ല ക്യാമ്പിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്. ഇവളങ്ങനെ പെട്ടെന്നൊന്നും ചോദിക്കുന്നില്ലെന്ന് മറുപടി പറയാൻ തോന്നില്ല. ക്യാമ്പിൽ ചെല്ലുവാണെങ്കിൽ ഇവളെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് അലീന ഇങ്ങനെ ഇരിക്കുക. അലീനയ്ക്ക് ഒരു കൂസലും ഉണ്ടാകുന്നില്ലായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാവുന്ന രീതിയായിരുന്നു അലീനയ്ക്ക്. ആ സമയം കൃഷ്ണമോള് വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ട് മനുശങ്കറെ വിളിക്കുകയാണ്. മനുശങ്കർ ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ അവിടെ വിശേഷങ്ങൾ? പ്രശ്നമൊന്നും ഇല്ലല്ലോ? മനുവേട്ട, ഒരു പ്രശ്നമുണ്ട്. എന്താ മോളെ? അലീന ചേച്ചിയെ പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാർ എന്തിന്? ചോദ്യം ചെയ്യാനാന്നാ പറഞ്ഞത്. ഒരു കുറച്ച് സമയം ആയിട്ടുള്ളെന്ന് പറഞ്ഞു. അല്ല, അവരെന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? അവർക്ക് അവിടെ വെച്ച് ചോദ്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അതിന് അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. ഇല്ല മനുവേട്ട, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അലീന ചേച്ചി ഇന്ന് അവർ വിടുവോ? കസ്റ്റഡി എടുത്താൽ പിന്നെ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു വിടണം, അല്ലാതെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അലീന ചേച്ചി അവർ ഉപദ്രവിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എന്തിനാ മോളെ പേടിക്കുന്നത്? ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ തെറ്റുകളൊന്നും അലീന ചെയ്തിട്ടില്ലോ. മോള് ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് മനുശങ്കർ കോള് കട്ട് ചെയ്തു. മനുശങ്കറിന് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് തോന്നി. ഒരു തെറ്റും ചെയ്യാത്ത അലീനയാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അവിടെ ഉദ്ദേശം എന്താന്ന് പോലും മനുശങ്കറിന് മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അലീന അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കുന്നവളല്ല. അവൾ കാര്യം പേടിയൊന്നുമില്ല. കുറ്റം ചെയ്യാത്തതുകൊണ്ട് ആരെയും കൂസാക്കേണ്ട കാര്യമില്ല. ആ ഒരു കാര്യത്തിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു മനുവിന്. പിന്നീട് മനുശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങണം. അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു, നീ ഇതെങ്ങോട്ടാ പോണേ? സ്റ്റേഷനിലേക്ക്. അങ്ങനെ ഇപ്പൊ നീ അങ്ങോട്ട് പോണ്ട. ഹരിയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് നീ പോയില്ല, എന്നിട്ട് ഇപ്പൊ അവള് കിടക്കുവാന്ന് പറഞ്ഞിട്ട് നീ പോകുവാണോ? എല്ലാത്തിനും കാരണം അവൾ ഒറ്റയെഴുത്തിയാ. അവള് വന്ന് കേറിയതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അതിന് അവൾ എന്ത് തെറ്റാ അമ്മ ചെയ്തേ? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു. അമ്മ എന്താന്ന് വെച്ചാ പറ എന്നും പറഞ്ഞിട്ട് മനു ഇങ്ങനെ കൈയും കിട്ടി അവിടെ നിൽക്കുകയാണ്. അത് കേട്ടിട്ട് എന്നെ ബാക്കി കാര്യം. എടാ, അവൾ ഇങ്ങോട്ടേക്ക് വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അതാണോ കുഴപ്പം? അവൾ വന്ന ദിവസത്തിനാണോ കുഴപ്പം? അതല്ല. പിന്നെയോ, അച്ഛൻ മരിച്ച് സഞ്ചയനം കഴിഞ്ഞ് കൃത്യം 9ാമത്തെ ദിവസം അവളെയും കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരുന്നേ. അതിനിപ്പോ എന്താ അമ്മ കുഴപ്പം? 9, 10 എന്തേലും ആട്ടെ. എടാ, അച്ഛൻ നല്ല പയറുമണി പോലെ നടന്നല്ലേ. ആ കഴക്കൂട്ടത്തിൽ നിന്ന് അവളെ കണ്ടതിന് ശേഷം അച്ഛൻ പിന്നെ കിടന്നു അവിടെ. അച്ഛൻ പെട്ടെന്ന് മരിച്ചില്ലേ? ഒരു 2 വർഷക്കാലമെങ്കിലും അച്ഛൻ ജീവിച്ചിരിക്കുമായിരുന്നു. അവളുടെ ദൃഷ്ടി പതിഞ്ഞേ പിന്നെ അച്ഛൻ മരിക്കുന്നത്. ഇപ്പൊ ഇതാ നല്ലതായത്. എടാ, അവളുടെ സർപ്പ ദൃഷ്ടിയാ. അവിടെ അത് പതിക്കുന്നോറും നശിച്ചു പോകത്തോളെന്ന് പറഞ്ഞു. പിന്നെ സർപ്പദൃഷ്ടി പോലും എനിക്ക് അമ്മയുടെ ദൃഷ്ടി കണ്ടിട്ട് അങ്ങനെ തോന്നേ. എടാ, നീ എന്താടാ പറഞ്ഞേ? എന്റെ ദൃഷ്ടിയോ? എടാ, ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ കുടുംബത്തിൽ എന്താടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? വച്ചടി കയറ്റമല്ലായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ കയറ്റമാണ് പോലും. തെങ്ങ് കയറ്റക്കാരൊക്കെ കയറുന്നുണ്ട്, അല്ലാതെ ഈ കുടുംബമൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞു. അതേടാ, നീ അങ്ങനെ പറഞ്ഞാൽ മതി. നിന്നെ വിടാൻ ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങനെ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം, അവളാണോ ഞാനാണോ നിനക്ക് വലുതെന്ന് ഇന്നറിയണമെന്ന് പറഞ്ഞു. മണിശങ്കർ ഇങ്ങനെ നോക്കി. പിന്നീട് മണിശങ്കർ അങ്ങോട്ട് പോയി. കമലയ്ക്ക് കർണ തടിയേറ്റോലേപ്പി. കമല ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കമല വീണ്ടും കിടന്ന് ആക്രോശിക്കുകയാണ്. ആ സമയത്ത് മണിശങ്കർ അവിടെ നിന്നിട്ട് വീണ്ടും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം ഗോവർദ്ധനെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ എന്ന് പറയണ. അല്ല, ഞാൻ മണിശങ്കർ ആയിരുന്നു അങ്കിളെ, ഇത് അങ്കിളുടെ നമ്പറാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയണ. അതെ, എന്താ മനു, എന്താ കാര്യം എന്താ? അതെ, അലീനയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? അങ്കിൾ ഇതിപ്പോ എവിടെയാ? അതെ, ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വന്നാ. അല്ല, അവളെ എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോയത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കൃഷ്ണമോള് വിളിച്ചിട്ട് പറഞ്ഞ എങ്ങനെ അങ്കിൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, അല്ല അതിന്റെ ആവശ്യം എന്താ? അവളെ പിടിച്ചോണ്ട് പോണ്ടേ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അങ്കിളെ, ചിലപ്പോൾ ചോദ്യം ചെയ്യാനോ മറ്റോ ആണെന്നോ തോന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, ശരി ശരി, ഞാൻ നോക്കിക്കോളാം, ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്കിളെ. പിന്നെ ഒരു കാരണവശാലും ഇത് ബാലേന്ദ്രൻ അങ്കിൾ അറിയാൻ പാടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളിന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, ഞാനിവിടെ വക്കീലിനെ കാണാൻ ഓർത്ത് വന്ന പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം. അല്ല, അവിടെ വേറെ വല്ല പ്രശ്നം ഉണ്ടായോ? ഇവിടെ കുറെ ആൾക്കാർ വന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗേറ്റ് തല്ലിപ്പൊളിക്കാനൊക്കെ നോക്കി, തുറക്കാനും നോക്കി, പക്ഷേ നടന്നില്ല. റിമോട്ട് കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട് അവർക്ക് തുറക്കാനൊന്നും പറ്റിയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, അതെ, ഇവിടെയാണെങ്കിലും ജൂലറിയുടെ മുന്നിലും ഹാർഡ്വെയർസിന് മുന്നിലും ഒക്കെ വന്ന് ഭയങ്കര ആക്രോശം വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിൽ തുറക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും വല്ലാത്തൊരു പ്രതിസന്ധിയാന്ന് പറഞ്ഞു. നീ വെച്ചോ, ഞാൻ ആദ്യം പോയി ഒന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനൻ കട്ട് ചെയ്ത് കോള്. പിന്നീട് ഗോവർദ്ധനൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അവിടെയുള്ള പി സിയോട് പറഞ്ഞു, അതെ, നമ്പ്യാർ സാറല്ലേ, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അല്ല, അകത്തുണ്ട്, എന്താ കാര്യം എന്താ? അല്ല, എന്താ ഗോവർദ്ധനൻ ഇവിടെയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനേ ബാലേന്ദ്രൻ ഉണ്ടല്ലോ, ബാലേന്ദ്രൻ്റെ അളിയനാ. ഓ, അങ്ങനെയാണല്ലേ, നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ? അല്ല, ആ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നറിഞ്ഞു. അപ്പം അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുക. അല്ല, നമ്പ്യാർ സാറിനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. CI ആണ് അവളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. നമ്പ്യാർ സാർ ഇവിടെ ഉണ്ട്. പിന്നെ ഒന്നെങ്കിൽ പോയി കണ്ടിട്ട് CI സാറ് കഴിക്കാണ്ട് പോയേക്കുമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ നമ്പ്യാർ സാറിൻ്റെ അടുത്തേക്ക് ഇല്ലോട് രമേഷ് നമ്പ്യാറിൻ്റെ അടുത്ത്. അയാളാണ് SI, അയാളാണ് അലീനെ പിടിച്ചോണ്ട് വന്നത്, CI പറഞ്ഞിട്ട്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, അല്ല, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, അല്ല സാറേ, അത് പിന്നെ ബാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാ. തന്നോട് ആരോടും അന്വേഷിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല സാറേ, അവൾ പാവാന്ന് പറഞ്ഞു. പാവമാണ് പോലും. അവളോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അല്ല സാറേ, അതിന് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അല്ല, അവരും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. ഈ പറയുന്ന ബാലേന്ദ്രൻ്റെ പെങ്ങളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഓ, അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. എടോ, അവിടെ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളൊരു കേമിയാണ്. അവൾ ഇത്തിരി തരികടയാളെന്ന് പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോവർദ്ധനൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല സാറേ, അവളാള് പാവം പറയണം. പിന്നെ പാവം എന്നിട്ടാണോടോ അവിടുത്തെ വീട്ടുകാരെ അടിച്ചിറക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ബാലേന്ദ്രനെ കൈക്കലാക്കി വെച്ചുകൊണ്ടിരിക്കണേ? അയ്യോ, അങ്ങനല്ല സാറേ. പിന്നെ എങ്ങനെയാണോ അയാളുടെ ഭാര്യയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴല്ലേ, പാതിരാത്രിക്ക് പോയപ്പോഴല്ലേ ആക്സിഡന്റ് ഉണ്ടായത്? അല്ല, അത് പിന്നെ ചേച്ചി കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. അതിന് കാരണം എന്താണോ? അവളല്ലേ കാരണം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട സാറേ. അങ്ങനൊന്നുമല്ല, ആ പെങ്കുച്ച് പാവ. ആ പെങ്കുച്ച വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനും ചോറ് തന്നെയാണോ കഴിക്കുന്നേ, അരിയാഹാരം തന്നെയാ കഴിക്കണേ. എന്നോട് കൂടുതൽ പറയാൻ വരല്ലേ. പിന്നെ അവളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. സഹകരിക്കുവാണെങ്കിൽ അവൾക്ക് കൊള്ളാം. അല്ലെങ്കിലുണ്ടല്ലോ അവളെ ഇതിനകത്ത് പ്രതിയാക്കും, 5ാം പ്രതിയാക്കി അകത്തിടും. എടോ, അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവളെ ഈ പറയുന്ന അവന്മാരൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല സാറേ. അങ്ങനൊന്നും ഇല്ല. അത് നല്ലൊരു പെങ്കൊച്ച. അവളെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോന്നേ. അതേടോ, അതെനിക്കറിയാം. ഈ പറയുന്ന അവന്മാരൊക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അവൾക്ക് നല്ല കാലമാണെന്ന് എനിക്കറിയാം സാറേ. അതൊരു അനാഥ കൊച്ച. അനാഥ കൊച്ചായിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് വന്ന വെറുതെ സാർ അവളെ സംശയിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും പറയാല്ല. മര്യാദയ്ക്ക് താൻ പോകുന്നത് തനിക്ക് നല്ലത്. അവളെ ചോദ്യം ചെയ്യട്ടെ. ചോദ്യം ചെയ്തിട്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലത്തേക്ക് താൻ പോകാൻ നോക്ക്. പിന്നെ CI ആണ് അവളെ ചോദ്യം ചെയ്യാനാക്കിയിട്ടൊക്കെ പോന്നേ. താൻ പോകാൻ നോക്ക്, ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ദേഷ്യപ്പെട്ടു. ഒടുവിൽ ഗോവർദ്ധന അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ. ഗോവർദ്ധനും ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അതേ സമയത്ത് രേവതിക്കുട്ടി ചായ കുടിക്കാനായിട്ട് ഗ്രേസമ്മയെ മാമച്ചനൊക്കെ വിളിക്കണം. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് മാമച്ചനോട് പറഞ്ഞു, അങ്കളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അത് കേട്ടപ്പം മാമച്ചൻ ചോദിച്ചു, നീ എന്നു മുതലാടി മജിസ്ട്രേറ്റ് ആയത്? ആയിട്ടില്ല, ഞാൻ ഉടനെ ആവൂന്ന് പറഞ്ഞു. നീ കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ഇതുവരെയായിട്ട് അലീന ചേച്ചിയെ പോലീസുകാർ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. വിട്ടിട്ടില്ലേ? അതേന്നേ, ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തിനാ? ഒന്ന് കാണാൻ പോലും സംഭവിച്ചിട്ടില്ലെന്ന് പറയണം. അല്ല, അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. കൃഷ്ണമോള് വിളിച്ചിട്ട് പറഞ്ഞ. അതിന് കൃഷ്ണമോള് പോയി കണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അലീനയെ മറ്റേ കാണാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല രോഹിത്തിനൊന്നും. കാരണം രോഹിത്തൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ. കാരണം ഹരിശങ്കൻ ഒരു കുഴപ്പമില്ലായിരുന്നു. അലീന അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അലീനയെ കണ്ടുകഴിഞ്ഞപ്പോൾ സങ്കടമാണോ എന്താണെന്നറിയില്ല, രോഹിത്ത് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അലീനെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ആൾക്കാർ വല്ലാത്തൊരു ഭാവത്തിൽ അലീനയെ നോക്കുന്നത് പോലും. ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറേ മീഡിയക്കാരൊക്കെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണ് റേപ്പ് ചെയ്തപ്പെട്ട പെൺകുട്ടി, ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ, ഇവളുടെ പേരെന്താ, അതോ ഇവൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നൊക്കെ 100 ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കേട്ടിഞ്ഞപ്പോൾ അലീന തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അലീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യങ്ങളായിരുന്നില്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് രേവതിക്കുട്ടിയുടെ കൃഷ്ണമോളാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലും. അതുകൊണ്ടാണ് രേവതിക്കുട്ടി ആ കാര്യങ്ങളൊക്കെ മാമച്ചനോടും ഗ്രേസമ്മയോടും പറയണേ. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു, അല്ല അവർക്ക് ഇത്ര സമയം അവിടെ പിടിച്ചു വഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ലെങ്കില്, പക്ഷെ എന്താ കാര്യം എന്നറിയത്തില്ല. ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല, ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയിരിക്കുക. അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ, അവർക്ക് വേറെന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.